ഹായ് ഓൾ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വാനില മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് മാർക്കറ്റിലുള്ള പല എക്സോട്ടിക് ഫ്ലേവേഴ്സ് വരുന്നതിന് മുന്നേ നമ്മളെ നാട്ടിൽ ഇടം പിടിച്ച ആളാണ് കേട്ടോ ഈ വാനില മിൽക്ക് ഷേക്ക്. നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ജാറിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. നമ്മളിതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ ഐസ്ക്രീമിലുള്ള ആ ഒരു മധുരം മാത്രമേ ഉള്ളൂ. ഐസ്ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു ഷെയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് ലിക്വിഡ് ഫോമിലേക്ക് പോകണ്ട. അതുകൊണ്ട് ഒരു ഗ്ലാസ് പാൽ മാത്രം മതിയാവും. അതിനുശേഷം ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് 3 ചോക്ലേറ്റ് വേഫേഴ്സാണ്. ഞാൻ ആദ്യം ഇതൊരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തതാണെങ്കിലും നമ്മൾ ആദ്യം ആഡ് ചെയ്ത വാനില ഐസ്ക്രീമുമായിട്ട് ബ്ലെൻഡായി വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതിൽ നല്ല കഴിവുണ്ടെങ്കിൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു 2-3 ഡ്രോപ്പ് ചോക്ലേറ്റ് സിറപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത്രയും മതിയാവും. അധികം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഷേക്കിൽ മിക്സ് ചെയ്തിട്ട് അത് ഫ്ലേവറിലൊരു ചേഞ്ചസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ഷേക്കിൻ്റെ മിക്സ് ഈ ഗ്ലാസ്സിലേക്കും നമുക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. സോ ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീമിലേക്ക് നമ്മളൊരു ഗ്ലാസ് പാലൊഴിച്ചപ്പോൾ കിട്ടിയൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടി ലൂസാക്കണമെങ്കിൽ പാലൊഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ വേഫേഴ്സൊക്കെ കറക്റ്റ് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും കഴിച്ചാൽ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഇതുപോലെ വേഫേഴ്സ് കട്ട് ചെയ്ത് മുകളിൽ വെച്ച് കൊടുക്കാം. നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.